3 വർഷത്തോളം ദൈവത്തിന്റെ വാഗ്ദാനം കേട്ട് 3 വർഷത്തിലധികം കാത്തിരുന്നതിന് ശേഷമാണ്, അതായത് ആ ഭവനം പണിയേണ്ട സ്ഥലം ഒരുക്കപ്പെടാനായിട്ട്, ആ സ്ഥലത്ത് ഞാൻ എത്തിപ്പെടാനായിട്ട് 3 വർഷക്കാലം ആവശ്യമായിരുന്നു. ആ 3 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് ദൈവികത എന്റെ ജീവിതത്തിൽ നിറവേറിയത്. ഇന്ന് കർത്താവ് എനിക്കൊരു ഭവനം തന്നത് കല്ലുവയലിലാണ്. എന്റെ ജന്മദേശം കരിക്കോട്ടക്കരയിൽ. ഞാൻ 36 വയസ്സ് വരെ വളർന്നതും ജീവിച്ചതും കരിക്കോട്ടക്കരയിലാണ്. അതിനുശേഷം ഇപ്പം 11 വർഷമായി ഇപ്പൊ കല്ലുവയലിലാണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ കർത്താവിന്റെ തിരികെ നോക്കി നിലവിലുണ്ടായിരുന്ന സ്ഥലം എടുത്തപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു വെട്ടുകല്ലും ആസ്പെറ്റോസ് ഷീറ്റ് വിട്ടിട്ടുള്ള ആ ഷെഡ്, ഒരു ഷെഡെന്നേ പറയാൻ പറ്റുള്ളൂ, ആ സംഭവം പൊളിച്ചു നീക്കി. പ്രത്യേകിച്ച് ആശാരിനെ ഒന്നും വിളിച്ച സ്ഥാനമൊന്നും കാണിച്ചില്ല. ഇത് പണിയുമ്പോൾ ഞാൻ ഒത്തിരി ഐഡിയപരമായിട്ടൊക്കെ ചിന്തിച്ച് പ്ലാനിട്ട് ഒക്കെയാണ് ഭവനത്തിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വീടിന്റെ വാർപ്പെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട് പണി അങ്ങ് സ്റ്റക്കായി. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആത്മീയ സുഹൃത്തിനോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: ഈശോ പറയുന്നത് ബിജുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് എന്ന്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓരോന്ന് പരിശുദ്ധാത്മാവ് തെളിയിച്ചത്. സംഭവം ഇതായിരുന്നു: നിലവിൽ വീടിന്റെ വയറിംഗ് പ്ലംബിംഗ് ഒക്കെ എന്റെ തന്നെ തൊഴിലായതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നെ സഹായിക്കാനായിട്ട് ഞാൻ ഒരാളെ ജസ്റ്റ് കൂടെ പൊട്ടിക്കാൻ ചാലി കയറാനും ഒക്കെ ആയിട്ട് പൈപ്പിടണം. അപ്പം നിലവിലുണ്ടായിരുന്ന പഴയ വീടിന്റെ മോശമല്ലാത്ത സ്വിച്ച് ബോർഡും ബോക്സും പിന്നെ അതിൻ്റെ അകത്തെ സ്വിച്ചും ഒക്കെ എടുത്തിട്ട് പോരാത്തത് മാത്രം മേടിക്കാനായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടത്. അപ്പം ഇതൊന്നും ഞാൻ ഈശോയുടെ ആലോചന ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളി കൂടി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈശോയുടെ ആലോചന ചോദിച്ചു. അടയാളം സമർപ്പിച്ച് ഞങ്ങൾ ആലോചന ചോദിച്ചപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ട പല കാര്യങ്ങളും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല ചെയ്യിക്കാനായിട്ട് ഈശോ ആഗ്രഹിച്ചിരുന്നത്. ഈ പറഞ്ഞ വയറിംഗിന്റെ പ്ലംബിങ്ങിന്റെ ഒക്കെ കാര്യം പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ് മുഴുവൻ സാധനം മാറ്റണം, ഒരു സാധനം പഴയ കിടക്കണം, എല്ലാം പുതിയത് മേടിക്കണം. അങ്ങനെ എന്തായാലും കുറച്ച് ബോക്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഭിത്തിയിൽ കട്ട് ചെയ്ത് ഭിത്തിയിൽ പിടിപ്പിച്ചിരുന്നു. അത് പിന്നെ ഇളക്കി മാറ്റാൻ പോയില്ല. പക്ഷേ അതിന് പുറമെ വരുന്ന ബോർഡും പിന്നെ അതുപോലെ വയറിങ്, അതുപോലെ വയറൊന്നും പഴയ തരത്തില്ല, എല്ലാം പുതിയത് മേടിച്ചു. സ്വിച്ചുകൾ എല്ലാം പുതിയത് മേടിച്ചു. ആദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് ദൈവം പുതിയ തന്നിരിക്കുന്നത് നമ്മളത് മാക്സിമം ഉപയോഗിക്കണമല്ലോ. അപ്പം കാണുന്നിടത്ത് മാത്രം പുതിയത് മേടിക്കുക, കാണാത്തടത്തെല്ലാം പഴയത് തന്നെ ഉപയോഗിക്കുക. പഴയെന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ആ ഷെഡിലുണ്ടായിരുന്നത് തീരെ മോശപ്പെട്ടൊന്നുമല്ല, കാരണം അത് പണിതിട്ട് അധികം വർഷം ആകാത്ത ഷെഡാണ്. ആ വീടിന്റെ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലുള്ള ദൈവികതം ഞാൻ ആരാഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ വേഗം ബാക്കി പൈസയൊക്കെ ക്രമീകരിക്കപ്പെട്ടു. വീടിന്റെ പണി പൂർത്തിയായി.